ഹായ് ഹലോ ഏഞ്ചലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കിഡ്സ് ക്യാപിറ്റലിലാണ്. അതായത് നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ള കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പ്ലേ സോണിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എന്താ പറയുക, നമ്മൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിള്ളേർക്കും അതുപോലെ തന്നെ നമുക്കും വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും ഞാൻ വഴിയെ കാണിച്ചു തരാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ, 4 പേരും കൂടെ ഞങ്ങൾ കിഡ്സ് ക്യാപിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനും ചേച്ചിയും പിള്ളേർ 2 പേരും. അങ്ങനെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പം 1:30 ഇറങ്ങണമെന്നാണ് കരുതുന്നത്. അപ്പോൾ കിഡ്സ് ക്യാപിറ്റലിൽ പോകാനായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും റെഡിയാവുന്ന നേരത്തെ അമ്മതേ പിന്നെ പിള്ളേർക്ക് 2 കൂടെ ചോറൊക്കെ വാരി കൊടുത്തു കേട്ടോ. അതുങ്ങളെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി വീട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് 2 പേർക്കും അമ്മ ചോറൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2 പേരും ചോറ് കഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ പിന്നെ ഇറങ്ങാനായിട്ട് പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പിള്ളേരും ഒക്കെ റെഡിയായി, ഞങ്ങളും റെഡിയായി. പിന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ 4 പേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അച്ചാച്ചനും അമ്മച്ചിക്കാണ് ടെൻഷനാണേ. ഞങ്ങൾ ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണം, പിള്ളേരെ നോക്കിയേക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാ ഗ്രാൻഡ് പാരൻസും അങ്ങനെയാണല്ലോ. പിള്ളേരുമായിട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ പോവുകയാണ്, അച്ചാച്ചൻ്റെ മേമയും കിടന്ന് ഉറങ്ങിക്കൊള്ളണം, മേമയ്ക്ക് ഇത്തിരി ഉറക്കക്കുറവുണ്ട്, അതുകൊണ്ട് മേമ കിടന്ന് റെസ്റ്റ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത്. പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ 2 പേരും ഉമ്മയൊക്കെ കൊടുത്ത് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചേച്ചും ഇറങ്ങി കേട്ടോ. 2 പേരും ഭയങ്കര ഹാപ്പിയിലാണ്, ഭയങ്കര ത്രില്ലിലാണ് 2 പേർക്കും. പാർക്കിൽ പോകുന്ന കാര്യം പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാട്ടോ 2 പേരും. അങ്ങനെ ഞങ്ങൾ റോഡിലോട്ട് നടന്നു. ഇത് ഓട്ടോ നമുക്കറിയാവുന്ന അങ്കിൾ തന്നെ കേട്ടോ, ചാൾസ് അങ്കിള്, ഞങ്ങളുടെ അങ്കിളുടെ കൂട്ടുകാരനാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ എവിടെ പോകാനും ചാൾസ് അങ്കിളിനെ കേട്ടോ ഇവിടെ കൂടുതലും വിളിക്കാറ്. വീട്ടിൽ ഞാൻ മാരാരിക്കുളത്ത് പോകാനും ഒക്കെ എപ്പോഴും ചാൾസ് അങ്കിളിനെ വിളിക്കാറ് ഇച്ചാനില്ലാത്തപ്പോൾ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മൂത്താക്കളാണ് മെയ്ജിൻ ചേട്ടനാട്ടോ. അത് മെയ്ജിൻ ചേട്ടൻ വിളിച്ചു. പിന്നെ മെയ്ജിൻ ചേട്ടനായിട്ട് കുറേ അധികം നേരം സംസാരിച്ചു. ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ മഴ കൊണ്ടുവരുന്നത് പോലെയാണ്. കാരണം ആ സൈഡ് നോക്കിയത് അവിടേക്ക് നിറച്ച് തോപ്പുംപടി സൈഡാണ് അത്, അവിടേക്ക് ഭയങ്കര മഴയാണ്. അങ്ങനെ പിന്നെ ഫൈനലി നമ്മളുടെ ഡെസ്റ്റിനേഷൻ നമ്മളെത്തി. ഇതാണ് കിഡ്സ് ക്യാപിറ്റൽ തൃപ്പൂണിത്തറയിൽ. ഇത് വലിയൊരു കോംപ്ലക്സിനകത്താട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ മൺഡേയും വെനസ്ഡേയും പ്രത്യേക ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ട് തരാം. അതുപോലെ തന്നെ കിഡ്സിന് മാത്രമല്ല നമുക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. കാര്യം പിള്ളേർ മാത്രമല്ല, ഞങ്ങളും പല ഇതിലൊക്കെ റൈഡിലൊക്കെ കയറി ഞങ്ങളും കളിച്ചായിരുന്നു പിള്ളേരുടെ കൂടെ. അങ്ങനെയാണ് നമുക്ക് ഒരു കുട്ടിയുടെ കൂട്ടത്തിൽ ഒരു പാരൻറ്റിന് ഫ്രീ ആയിട്ട് കയറാം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇവരുമായിട്ട് മാത്രം വന്നത്. അച്ചാച്ചനും അമ്മച്ചിനൊന്നും പുറത്തോട്ട് കൊണ്ടുവരാഞ്ഞ കാര്യം അതാണ് മെയിനായിട്ട്. കാര്യം വെറുതെ അവരത്ര എൻജോയ് ചെയ്യത്തില്ല പാരൻസ്. നമ്മൾ പിള്ളേരുടെ കൂടെ കിടന്ന് കളിക്കുന്ന പോലെ ഗ്രാൻഡ് പാരൻസ് കിടന്ന് കളിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി എന്തായാലും ഞങ്ങൾ നാളെ ഒന്നുകൂടെ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നാളെ അച്ചാച്ചനും അമ്മച്ചിയായിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഇത് കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. ഇവിടെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പിള്ളേർക്ക് നമ്മളവിടെ സോക്സ്, പിള്ളേർ മാത്രമല്ല നമ്മളും സോക്സ് വെയർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് കയറാനായിട്ട്. ഇതിൻ്റെ എൻട്രി ഫീസും കാര്യങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടാം. എന്താ പറയുക, നല്ല രീതിയിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അതുപോലത്തെ ഒരു പ്ലേസ് ആയിരുന്നു. ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ കളിക്കാൻ മാത്രമല്ല കേട്ടോ, കളിയുടെ ഒപ്പം തന്നെ നമ്മുടെ ഇൻ്റലക്ച്വലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പിള്ളേരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതുമൊക്കെ കൂടെ നമുക്ക് എന്താ പറയുക, പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചും അതുപോലെ അവർ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തും അങ്ങനെയൊക്കെ എന്താ പറയുക, കളിക്കാൻ മാത്രമല്ല പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ശ്രീകാന്ത് സാർ, ഇവിടുത്തെ മാനേജറാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വൈഫ്. അവർ 2 പേരും നല്ല രീതിയിൽ വന്ന് നമ്മളോട് സംസാരിക്കുക, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ വഴിയേ
അങ്ങനെ പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള സ്റ്റൈൽ യൂണിയനിൽ ഞങ്ങളൊന്ന് കയറിയായിരുന്നു കേട്ടോ ചേച്ചിക്ക് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബാഗിൻ്റെ ആണെങ്കിലും ഞാൻ പിന്നെ ചെന്ന ബാഗിൻ്റെ സൈഡിലോട്ടാണ് കൂടുതൽ തപ്പാറ്. ബാഗിലൊക്കെ ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ബാഗിനെ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കെട്ടിയൻ എന്നെ ഓടിക്കും. കാരണം അതിന് വേണ്ടും ഹാൻഡ് ബാഗ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എൻ്റെ കെട്ടിയൻ. അങ്ങനെ ആ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം നോക്കി ഇതേ ഒരു സ്പെക്സ് എടുത്ത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അവിടുത്തെ ഇയറിങ്സും കാര്യങ്ങൾ അങ്ങനെ എല്ലാം നോക്കി നേരെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ പിള്ളേരെ പിക്ക് ചെയ്യാൻ പോയത്. കാര്യം രണ്ടും അപ്പുറം ഇപ്പുറമായിരുന്നു. അപ്പോൾ പിള്ളേർ അവിടെ സേഫായിട്ട് നിന്ന് കളിച്ചോളും. അപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് സ്റ്റൈൽ യൂണിയനിലോട്ട് കയറിയത്. അങ്ങനെ അതേ അവർ വന്ന് കളിച്ചപ്പോൾ അവർ പറയുക അയ്യോ ഭയങ്കര ടയേർഡായി ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ. അങ്ങനെ പിന്നെ അതേ അവർക്ക് ഇതേ പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഷേക്കും ഫ്രഞ്ച് ഫ്രൈസും ആണ് വാങ്ങിച്ചു കൊടുത്തത്. ഞാനൊരു കോഫി കുടിച്ചു. ചേച്ചി ഇതേ ഒരു ഫ്രഷ് ലൈമാണ് ചേച്ചി കുടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരത്തെ പുറത്തോട്ടിറങ്ങി. ഇതാട്ടോ അവിടുത്തെ പാക്കേജിൻ്റെത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൺഡേ ടു വെനസ്ഡേ 1 അവറിന് നമ്മൾ പേ ചെയ്താൽ മതി. നമുക്ക് 2 അവർ പ്ലേ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന്. പിന്നെ ഞങ്ങൾ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതേ ചാൾസ് അങ്കിൾ അവിടെ വെയിറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചാൾസ് അങ്കിളിനെ വിളിച്ച് ഞങ്ങളിതേ ഓട്ടോയിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ ഓട്ടോയിലോട്ട് കയറേണ്ട താമസം 2 പേരും ഉറങ്ങിപ്പോയി കേട്ടോ. കാരണം 2 പേരും അതിന് വേണ്ടി അതിനകത്ത് കിടന്ന് മതിച്ചായിരുന്നു. നമുക്കൊരു 2 അവർ മതി. പിള്ളേർ അത്രയും നല്ല രീതിയിൽ കളിക്കാനായിട്ട് 2 അവർ തന്നെ ധാരാളമാണ്. അങ്ങനെ പിന്നെ ഇതേ രാത്രിയായി. അപ്പോൾ നമ്മൾ നീണ്ടകരയുള്ള അവിടുത്തെ വ്യൂ ആട്ടോ ഇത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ യാത്രാവിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.